SSFന്റെ സ്റ്റുഡൻസ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പാൻഡമിക്കിന്റെ പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഭൂതപൂർവമായിട്ടുള്ള ഒരു പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ വളരെ അരക്ഷിതാവസ്ഥയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഈ ഒരു ആശങ്കക്കിടയിലേക്ക് നമ്മുടെ ഭരണകൂടത്തോട് വല്ലാത്തൊരു വിധേയത്വവും തിരിച്ച് ഭരണകൂടം ഇങ്ങോട്ട് മുമ്പൊന്നുമില്ലാത്തൊരു നിയന്ത്രണ രീതിയും കൽപ്പിക്കുന്ന ഒരു നില നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായി. ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തന്നെ ഭരണകൂടത്തിൽ നിന്നും നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും എടുത്തു കളയുന്ന രൂപത്തിലുള്ള ഒരുപാട് നിയമങ്ങളും അടിച്ചേൽപ്പിക്കലുകളും നമ്മുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ആഗോള തലത്തിൽ തന്നെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരുപാട് ഡയറക്ഷനുകൾ നമുക്ക് മുമ്പിലേക്ക് വരികയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരുപാട് കമ്പൽഷനുകൾ നമുക്ക് മുമ്പിലേക്ക് വരികയുണ്ടായി. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വരികയുണ്ടായി. ഈ തെരുവുകൾ നിശ്ചലമായ സമയങ്ങളിലാണ് നമുക്ക് മുമ്പിലേക്ക് കൂടുതൽ നിയന്ത്രണങ്ങളിലൂടെ ഏൽപ്പിക്കുന്നതിലൂടെ നമ്മളെ മറവിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഉള്ളിൽ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സത്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ചിന്തകനായിട്ടുള്ള ജോർജിയോ അഗമ്പൻ പറയുന്നുണ്ട്, ഈ ഒരു കോവിഡ് കാലത്ത് ജനങ്ങളെല്ലാം തെരുവിൽ നിന്ന് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഏകാധിപത്യത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങൾ പുറത്തെടുക്കുക എന്ന്. അതിന്റെ വ്യക്തമായ പ്രകടനങ്ങളായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും ഈയിടെയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ. ആദ്യമായി പറയുകയാണെങ്കിൽ ഇന്ന് കർഷകർ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്ന് തെരുവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ 60 മുതൽ 70% വരുന്ന ആളുകൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രം നേടിയതിനു ശേഷം ഇക്കാലമത്രയും ഇത്രയും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹം കർഷകരല്ലാതെ മറ്റൊരു വിഭാഗമുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽക്കുന്ന ആശയങ്ങൾ തന്നെ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വറചട്ടിയിലേക്ക് എരിതീയൊഴിക്കുക എന്ന് പറയുന്നത് പോലെ അവരുടെ അവസ്ഥകളെ കൂടുതൽ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് കർഷക നിയമം ഇവിടെ കൊണ്ടുവരപ്പെട്ടത്. അതുപോലെ തന്നെ പരിസ്ഥിതി എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ EIA 2020 എന്ന് പറയുന്ന ഒരു കോഡിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന പരിസ്ഥിതി ആഘാത പഠനത്തെ കുറിച്ചുള്ള ഒരു നയം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസായം വരികയാണെങ്കിൽ, വികസന പദ്ധതികൾ വരികയാണെങ്കിൽ, ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതവുമായി അവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അത് ബാധിക്കുന്നുണ്ട് എന്നെങ്കിൽ അവിടെയുള്ള ജനങ്ങളോട് അഭിപ്രായം തേടിയതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു വികസന പദ്ധതി ആ നാട്ടിൽ നടപ്പിലാക്കാവൂ എന്നുള്ള ജനാധിപത്യത്തിന്റെ വലിയൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിയമത്തെ പൂർണ്ണമായി എടുത്തു കളഞ്ഞുകൊണ്ട് ആർക്കും കോർപ്പറേറ്റുകൾക്ക് ഏത് രീതിയിലും വികസനങ്ങൾ നടപ്പിലാക്കാം എന്നുള്ള ഒരു ശൈലിയിൽ EIA ഡ്രാഫ്റ്റ് 2020 അവതരിപ്പിക്കപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിട്ടുപണി ചെയ്യുന്ന ഭരണാധികാരികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഗീയതയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് അവരെ വ്യത്യസ്തങ്ങളായ പാർട്ടികളിലേക്ക് അഫിലിയേറ്റഡ് ആക്കിക്കൊണ്ട് അവരെ മറവിയുടെ ദുരന്തത്തിലേക്കാണ് അവർ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവകാശ ലംഘനങ്ങളാണ് എന്നത് പോലും മറപ്പിച്ചുകൊണ്ട് അരാഷ്ട്രീയതയുടെ ലോകത്തേക്കാണ് അവരെ പറഞ്ഞയച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിന്റെ പരിഹാരം എന്നോണം നടപ്പിലാക്കപ്പെട്ട ഭരണഘടനയിൽ അനുസൃതമായിട്ടുള്ള സംവരണം എന്ന പദ്ധതി, ആ ഒരു പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യത്തെ തന്നെ മറികടന്നുകൊണ്ട് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർ എന്ന് പറയുന്ന സവർണ സംവരണം ഇവിടെ
ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയുണ്ടായി. ഒരു മുന്നണി എന്ന നിലയ്ക്ക് പ്രതിപക്ഷം പോലും അതിനെതിരെ വന്നില്ല. തങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കാമെന്ന് പറഞ്ഞില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം നമ്മുടെ സംവരണം എന്ന് പറയുന്ന മഹത്തായ ആശയത്തെ ലക്ഷ്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അനീതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇത്തരത്തിലുള്ള അവകാശ ലംഘനങ്ങൾക്കെതിരെ, സ്വാതന്ത്ര്യ ലംഘനങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായി തെരുവുകളിൽ ശബ്ദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നിർജീവമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ തെരുവുകൾ ഇനിയും ഊർജ്ജസ്വലമാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇവിടെ ആശയങ്ങൾക്കുള്ള സംവാദങ്ങളുടെ ഇടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആയുധങ്ങൾ കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ അതിനുള്ള അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നവർക്കെതിരെ കൊലക്കത്തിയുടെ പ്രയോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആശയപരമായ ദാരിദ്ര്യത്തെ ആയുധ ഉപയോഗം കൊണ്ട് മറച്ചു പിടിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണെന്ന് എനിക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരായിരുന്നാലും, ഭരണാധികാരികൾ ആരായിരുന്നാലും, ഇവിടെയുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ഒരിക്കലും തന്നെ എടുത്തു കളയാൻ പാടില്ല. ഇവിടെയുള്ള ന്യായാധിപന്മാരെ ജനങ്ങളുടെ നീതിക്കും നെറിക്കും എതിരായിട്ടുള്ള വിധിന്യായങ്ങൾ ഇവിടെ പുറപ്പെടുവിക്കാൻ പാടില്ല. അതിനെതിരെ ശബ്ദിക്കാൻ സ്വാതന്ത്ര്യം നേടിത്തുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആ പൈതൃകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിത്തരുവാൻ വേണ്ടി നമ്മളും ഇവിടെ തെരുവിൽ ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ തെരുവുകൾ ഇനിയും ശബ്ദമുഖരിതമാവേണ്ടതുണ്ട്. ഇവിടെയുള്ള നമ്മുടെ അവകാശങ്ങൾ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അധികാരികൾക്കെതിരെ ഇനിയും നമ്മൾ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ഈ സുന്നി പ്രസ്ഥാനം, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന SSF എന്ന പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലുടനീളമായി കൊണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെ നമ്മുടെ ഈമാനികമായ ആവേശങ്ങൾ കൊണ്ടുകൊണ്ട്, നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇനിയും തെരുവിലുണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.